എലത്തൂരിൽ ചരിത്ര വിജയമാണല്ലോ. തീർച്ചയായിട്ടും എലത്തൂരിലെ ജനങ്ങൾക്ക് ഈ വിജയത്തിന്റെ ഈ സന്തോഷവും ഈ സ്നേഹവും സമർപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. എലത്തൂരിലെ ജനങ്ങളാണ് ഈ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് തീരുമാനമെടുത്തത്. അതിലുപരിയായിട്ട് UDF-ന്റെ പ്രവർത്തകരും നേതാക്കന്മാരും ഉൾപ്പെടെ വലിയ സപ്പോർട്ടാണ് എലത്തൂർ നൽകിയിട്ടുള്ളത്. പല ആളുകളും ചോദിച്ചത് എലത്തൂർ ഇടതുപക്ഷ കോട്ടയല്ലേന്നാ. പക്ഷെ പൊളിയാത്ത കോട്ടകളൊന്നും കേരളത്തിലില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എലത്തൂരിലെ ഈ ഒരു വിജയം എന്ന് ഈ ഒരു അവസരത്തിൽ പറയുന്നത്. നിങ്ങൾ ആർക്കും ഉണ്ടായിരുന്നില്ലല്ലോ, പക്ഷെ എനിക്കുണ്ടായിരുന്നു. അതിന്റെ പിന്നിലുണ്ടായിരുന്ന കോൺഫിഡൻസ് പറയുന്നത് ഓരോ പ്രദേശത്തേക്ക് കടന്നു ചെല്ലുന്ന സമയത്തും അവിടുത്തെ ജനങ്ങൾ നൽകിയിട്ടുള്ള സ്വീകരണങ്ങളും സ്വീകാര്യതയായിരുന്നു. മന്ത്രിമാരെ പരാജയപ്പെടുത്തിയ ലിസ്റ്റിലുള്ള ഒരാൾ കൂടിയാണ്. കേരളത്തിലെ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രതിപക്ഷ നേതാവിനെ അടക്കം വനവാസത്തിന് പറഞ്ഞു വിടുമെന്നാണ് ശശീന്ദ്രൻ ഇലക്ഷൻ സമയത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എലത്തൂരിലെ ജനങ്ങള് ശശീന്ദ്രനെ വനവാസത്തിന് പറഞ്ഞു വിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്.